പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ സോഫ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? വെൽക്കം ടു തായിസ് വ്ളോഗ്. ഇന്ന് ഞാൻ പഴമൊക്കെ ഇട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്നൊരു വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 നല്ല പഴുത്ത പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ് കേട്ടോ. അത് ഇതുപോലത്തെ കപ്പിന് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര, നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം. ഞാൻ അതിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ബാക്കി ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈദപ്പൊടി അതിൽ ആദ്യം നമ്മൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അത് കലങ്ങി കിട്ടൂല. അതിനെക്കൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മൈദപ്പൊടി അതിലേക്ക് ഇട്ട് ഒരു 2 ഏലക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു 2 സ്പൂണ് പത്തിരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിനൊന്ന് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. ഞാൻ 1 ഗ്ലാസ് വെള്ളം തന്നെയുള്ളൂ. ഇതേപോലെയാണ് കേട്ടോ എനിക്ക് അടിച്ചപ്പോൾ കിട്ടിയത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് പൊട്ടിച്ചിങ്ങനെ ചെറുതാക്കി പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുപോകണം കേട്ടോ. അത് നല്ല പൊടിയായി കിട്ടണ്ട, കുറച്ചൊരു തരിതരിപ്പുള്ള പോലത്തെ പൊടിയാണ് വേണ്ടത് കേട്ടോ. ഇതേപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മളെ പഴത്തിനൊന്ന് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പഴത്തിനെ 3 കഷ്ണാക്കിയിട്ട് ആദ്യം മുറിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ നടുവിൽ കൂടെ അങ്ങനെ ഒന്ന് ചീന്തിയെടുക്കുക. പിന്നെ ഒരു 4 കഷ്ണമാണ് പിന്നെ ആക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അതാട്ടോ ഇതുപോലെ ഞാൻ എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മൈദപ്പൊടി ഉണ്ടല്ലോ, മൈദപ്പൊടി കലക്കിയതും പിന്നെ ബ്രെഡ് ക്രൗൺസും ഇതൊക്കെ എടുക്കണം കേട്ടോ, പൊടിച്ച് വെച്ചതൊക്കെ. പിന്നെ ഈ മൈദപ്പൊടി കലക്കിയതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണമായിരുന്നു. അത് ഞാൻ ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പൊന്താൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നും ചേർത്തിക്കില്ല കേട്ടോ. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ തന്നെ അത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത്. അപ്പം നമുക്ക് ഈ എടുത്തു വെച്ച പഴത്തിനെല്ലാം ഇതിലൊന്ന് ഈ മൈദപ്പൊടിയിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് പൊടിച്ചതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒക്കെ നമ്മൾ അതിൽ പൊതിഞ്ഞെടുക്കുക കേട്ടോ. എല്ലാതും നമുക്ക് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പിന്നെ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതിന് അതിൽ നമ്മളിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വേണമെങ്കിലും നമുക്ക് എണ്ണയിലേക്ക് എടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പം ഞാനിതെല്ലാം ഇതിലൊന്ന് മുക്കി ഒക്കെ അതിൽ പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് മൊത്തത്തിൽ ഞാനൊന്ന് പൊതിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാട്ടോ എല്ലാതും ഞാൻ അതിൽ മുക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു ചട്ടിയിൽ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇടാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട പാടെ ഇളക്കാനും പാടില്ല കേട്ടോ. കുറച്ച് സമയം അത് അങ്ങനെ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ അതിൽ തൊഴിഞ്ഞ് വീണു പോവും. അപ്പോൾ കുറച്ച് നേരം അത് അങ്ങനെ തന്നെ വെച്ച് ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതൊന്ന് പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. എന്നും ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തിന്ന് മതിയായിരിക്കുമ്പോൾ നമ്മൾ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ 4 മണിക്കൊക്കെ എന്താ ചായക്ക് കടി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇതേപോലെ വെറൈറ്റിയൊക്കെ ആയിട്ടുള്ള ഈ പഴംപൊരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം മക്കൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷെ ഇത് ചൂടോടെ തിന്നുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും കേട്ടോ ഇത് തിന്നാൻ. അപ്പോൾ അതാ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള എല്ലാതും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. പുറത്ത് നല്ല
ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. പക്ഷേ ഉള്ളിലിത് പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.